അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയോ? നിന്റെ മുൻഗാമികളുടെ അവസ്ഥ എന്തെന്നറിയുമോ? മുസ്ലിമായവരെ ഒരു കുഴിക്കകത്തിറക്കി നിർത്തുകയാണ്. മുസ്ലിമായവരെ ഒരു കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് ഈർച്ചവാളെടുത്ത് തലയുടെ മധ്യഭാഗത്ത് വെക്കുകയാ. എന്നിട്ട് ചോദിക്കും, ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുവോ? ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് മുറിച്ച് കളയും സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുമ്പോ മുസ്ലിമാണെന്ന് പറഞ്ഞാ പോരാ, മുസ്ലിമാണെന്ന് പറഞ്ഞാ പോരാ മോനെ. ഒരുപാട് ത്യാഗം സഹിച്ചാലേ നിനക്കല്ല സ്വർഗം തരൂ. ഒരുപാട് ത്യാഗം സഹിച്ചാൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതൊന്നുമല്ല സഹോദര, ഇതൊന്നുമല്ല സഹോദര, ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് യാതൊരു പേടിയുമില്ല, മുസ്ലിമിന് യാതൊരു പേടിയുമില്ല. അല്ലാഹുവേ, അതുകൊണ്ടാണല്ലോ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു അവനോട് വിളിക്കാൻ, ജയ് ശ്രീരാമെന്ന് വിളിക്കട. ഒരു മതത്തിന്റെ ഭ്രാന്തന്മാര് പടച്ചവനെ എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുന്നില്ല. ചില മതഭ്രാന്തന്മാരുണ്ട്. അതാ പടച്ചവനെ നാൽക്കാലികളെക്കാളും മതപ്പതിച്ചു പോയൊരു വിഭാഗമുണ്ട്. സ്വന്തം അച്ഛന്റെ മുന്നിൽ വെച്ചു പൊന്നുമോനെ പിടിച്ചു നിർത്തിയിട്ട് തല്ലുകയാണ്, തല്ലിച്ചതയ്ക്കുകയാണ്. വിളിക്കടാ പേര്, ദൈവത്തിന്റെ പേര് വിളിക്കടാ, വിളിച്ചില്ലെങ്കിൽ കൊല്ലുമട. അവസാനം തന്റെ തലയിലേക്ക് പെട്രോളെടുത്തൊടിച്ചിട്ട് എടാ വിളിച്ചില്ലെങ്കിൽ കത്തിക്കുമടാ എന്ന് പറയുമ്പോ ജന്മം കൊടുത്ത വാപ്പ പോലും പറഞ്ഞു വിളിക്കുമോനെ. സ്വന്തം വാപ്പ പോലും പറഞ്ഞു വിളിക്കടാ മോനെ. ശരീരത്ത് പെട്രോൾ ഒടിച്ചിട്ട് വിളിക്കാൻ പറയുമ്പോ ഇല്ലെങ്കിൽ നിന്നെ കത്തിക്കുമടാ എന്ന് പറഞ്ഞപ്പോ വാപ്പ പോലും പറഞ്ഞു അത്രേ, മോനെ വിളിച്ചേക്കടാ. ഇല്ല വാപ്പാ, കൊന്നാലും ഞാൻ വിളിക്കില്ല വാപ്പാ. അല്ലാഹുവേ, ആ പൊന്നുമോന് നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. സഹോദര, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നീ ആരെന്നറിയുമോ? നീ ആരെന്നറിയുമോ? ലോകത്ത് മുസ്ലിമീങ്ങൾ മാത്രമേ ദുആ ചെയ്യാറുള്ളൂ. നമുക്ക് മരണത്തിന് പേടിയില്ല, നമുക്ക് മരിക്കാൻ പേടിയില്ല. ലോകത്ത് നമ്മൾ മാത്രമേ ദുആ ചെയ്യാറുള്ളൂ. അല്ലാഹുവേ, ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം തരണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലെ മരണം തരണേ അല്ലാ. മരിച്ചു കിടക്കുമ്പോ മുഖത്ത് നീ പുഞ്ചിരി തരണേ അല്ലാ. മരിക്കാൻ നമുക്ക് പേടിയില്ല. നമുക്കൊരു ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. അവൻ അധികാരം കിട്ടണമെന്നോ, അവന് പണം കിട്ടണമെന്നോ, അവന് രാജ്യം മുഴുവനും ഭരിക്കണമെന്നോ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അഭിലാഷം അതല്ല. അവൻ ഒരേ ഒരു അഭിലാഷമേ ഉള്ളൂ. ഏതാണ് അവന്റെ അഭിലാഷമെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസുറായിൽ അലൈഹിസ്സലാം റൂഹ് പിടിച്ച് തൊണ്ടക്കൊടിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോ ആ സമയത്ത് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അഭിലാഷം. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഇതാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ അഭിലാഷവും അത് തന്നെയാ, നമ്മുടെ അഭിലാഷവും അത് തന്നെയാ. എവിടെ കിടന്ന് മരിച്ചാൽ, നടറോഡിൽ കിടന്ന് വെട്ടുകൊണ്ട് മരിച്ചാൽ ആ വെട്ടുന്നവന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാനാ ആഗ്രഹിക്കേണ്ടത്. അതിനു വേണ്ടിയാ പരിശ്രമിക്കേണ്ടത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ത്യാഗങ്ങൾ സഹിക്കാൻ മുസ്ലിമാണെങ്കിൽ നിന്റെ മുൻഗാമികളെ പിടിച്ചു നിർത്തിയിട്ട് തല്ലി ചതയ്ക്കുമായിരുന്നു, ജീവനോടെ കത്തിക്കും. ശരീരത്തിൽ നിന്നും മാംസങ്ങൾ ഇങ്ങനെ വെട്ടി വെട്ടി മുറിച്ചെടുക്കുമായിരുന്നു. എന്നിട്ടും അവർ രക്ഷപ്പെട്ടു, അവർ ഈമാനിൽ ഉറച്ചു നിന്നു. അതുപോലുള്ള ഒരു ഈമാൻ നമുക്കുണ്ടെങ്കിലേ നമുക്കും രക്ഷപ്പെടാൻ കഴിയൂ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.
അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ചെറുപ്പക്കാരനെ, എവിടെയാണ് നമ്മുടെ രാജ്യത്ത് എവിടെയോ ഒരു ചെറുപ്പക്കാരന്റെ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കുമ്പോഴും വാപ്പ പോലും പറഞ്ഞു അത്രേ, മോനെ വിളിച്ചേക്കടാന്ന്, ജീവൻ കിട്ടുമെന്ന്. ഇല്ല വാപ്പ, ഞാൻ വിളിക്കൂല. നമ്മളെ എങ്ങാനും പിടിച്ചു നിർത്തിയുള്ള അവസ്ഥ അരച്ചേക്ക്. നമ്മളെ എങ്ങാനും തീയൊന്നും എടുക്കണ്ട, 4 പേര് വളഞ്ഞിട്ട് 4 തല്ല് തല്ലിയാ നമ്മൾ പറയും വേണമെങ്കിൽ അള്ള നീയാതെ വരെ പറഞ്ഞേക്കും. അതാ നമ്മുടെ അവസ്ഥ. നമ്മുടെ ഈമാൻ അതാ. എവിടെയെങ്കിലും പിടിച്ചു നിർത്തിയിട്ട് 4 തല്ല് അപ്പൊ പറയാം നീ തന്നെയാണ് അള്ളാന്ന് വരെ പറയാ നമ്മൾ തയ്യാറാ. കാരണം നമുക്ക് ജീവൻ വേണം. സഹോദര, ത്യാഗം സഹിച്ചാലേ നിനക്ക് സ്വർഗം കിട്ടൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാനിത് പറഞ്ഞത് മാനസികമായിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയാ. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊന്നും ഒരു തുടക്കല്ല. ഇതൊന്നും തുടക്കമല്ല. ഇനി വെടിക്കെട്ട് വരാൻ പോവാ. 4 ഭാഗത്ത് നിന്നും തല്ലാൻ പോവാ. റെഡി ആയിക്കോ കൊള്ളാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വെറുതെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടും ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി റബ്ബിന്റെ സഹായം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും നോക്കണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നുണ്ട്. എന്റെ പ്രിയമുള്ള വയത് ലൈവായത് കൊണ്ട് ഇത്തിരി പരിധികൾ ഇട്ടല്ലേ പറയാൻ പറ്റൂ. ഉള്ള കാര്യം ഞാൻ പറയാ. നമുക്കിനി രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, മുകളിലിരിക്കുന്നവന്റെ സഹായം. അതുകൊണ്ട് ഈമാൻ ഉറപ്പിക്ക്. അതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അള്ളാഹു ഈമാൻ നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ കാര്യം ത്യാഗം സഹിക്കാൻ തയ്യാറാകണം. 2 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് പറയുകയാണ്, മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് സ്വഹാബികൾ മുഴുവനും പരാതിയാണ്, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, ത്യാഗമാണ് നബിയേ, എവിടെ നോക്കിയാലും പീഡനമാണ് നബിയേ, സഹികെട്ട് നബിയേ, വർഷങ്ങളോളം അല്ലാഹുവേ വല്ലാത്ത പീഡനങ്ങളാ. 13 കൊല്ലമല്ലേ മുത്തുനബി സഹിച്ചത്. 1-2 വർഷമല്ല, 23 കൊല്ലം നുബൂവത്ത് കിട്ടിയതിനു ശേഷം 23 കൊല്ലം. ആ 23 കൊല്ലത്തിൽ 13 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന് സമാധാനമില്ല. പീഡനങ്ങളുടെ കാലമായിരുന്നു. പട്ടിണി കിടക്കേണ്ടി വന്നു, ഇല പറിച്ച് തിന്നേണ്ടി വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പല്ല് താഴെ വീണുപോയി. പടച്ചവരെ, ഒരുപാട് പീഡനങ്ങൾ. തലയുടെ മുകളിലേക്ക് കൊടലി കൊണ്ടതാ കുടൽമാല കൊണ്ടുവന്നിട്ടു. കള്ളരെന്ന് പേര് കേൾക്കേണ്ടി വന്നു. ഒരുപാട് അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ വന്നിട്ട് പരാതി പറയുമ്പോ മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, എങ്കിൽ നാട് മാറിക്കോ സഹാബാ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോക്കോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ മുത്തുനബി അവിടെ നിന്ന് ഹിജ്റ ചെയ്യാൻ അനുവാദം കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബികളെ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാ. അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പടച്ചവനെ സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാ തയ്യാറെടുക്കുമ്പോ മക്കക്കാര് പറഞ്ഞതെന്തെന്നറിയോ? പോകണമെങ്കിൽ പൊക്കോ, നീ മദീനയിലേക്ക് പോകണമെങ്കിൽ പൊക്കോ, നീ സമ്പാദിച്ചത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് പോകണം, ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. നിന്റെ വസ്ത്രത്തോട്, ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടെ പോകടാ, നാട് വിട്ടുപെടുന്ന പോകടാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളോട് പറയുമ്പോ അവരാരും കരഞ്ഞില്ല, അവരാരും നിലവിളിച്ചില്ല, അവരാരും പ്രയാസപ്പെട്ടില്ല. കാരണം എന്തെന്നറിയുമോ? അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. അവര് പറഞ്ഞിരുന്നത്, പടച്ചവനെ, ലോകത്ത് ഏറ്റവും വലിയവൻ നീയാണല്ലോ, എന്റെ സർവ്വതിനെക്കാളും എനിക്ക് വലുത് നീയാല്ല. അവരുടെ മുന്നിൽ പണത്തിന് വിലയില്ല, അവരുടെ മുന്നില് അവരുടെ സമ്പാദ്യത്തിന് വിലയില്ലായിരുന്നു. അവര് പറഞ്ഞു, പടച്ചവനെ, നീയാണ് സർവ്വതിനെക്കാളും വലിയവൻ, എനിക്ക് ഈ ദുനിയാവ് വേണ്ട തമ്പുരാന്. വീട് കളഞ്ഞു, തോട്ടങ്ങൾ കളഞ്ഞു, സമ്പാദ്യം കളഞ്ഞു, കുടുംബം കളഞ്ഞു, എല്ലാം കളഞ്ഞിട്ട് അവരെല്ലാവരും മക്കയിലേക്ക് പോകാ തയ്യാറായി. വെറുതെ പറഞ്ഞാ പോരാ, അല്ലാഹുവാണ് വലിയവൻ, എനിക്ക് സർവ്വതിനെക്കാളും വലുത് അല്ലാഹുവാണെന്ന് പറഞ്ഞാ പോരാ.
അത് ജീവിതത്തിൽ കാണിക്കണം ചെറുപ്പക്കാരാ, അത് ജീവിതത്തിൽ കാണിക്കണം. ഇട്ടിരുന്ന വസ്ത്രത്തോടെ നടന്നു പോവുകയാണ് സ്വഹാബത്ത്. എത്ര വലിയ പണക്കാരാ പോയതെന്നറിയോ, എത്ര വലിയ സമ്പന്നന്മാരാ പോയതെന്നറിയുമോ? അല്ലാഹുവേ, മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് മിസ്അബ് എന്നറിയുമോ? മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനാണ് മിസ്അബ്. അല്ലാഹുവേ, ലോകതാ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. മക്കയിലെ ഈന്തപ്പന തോട്ടങ്ങളിൽ പകുതിയും മിസ്അബിന്റെ ഉമ്മയുടേതാ. അത്രയും വലിയ സമ്പന്നയാണ്. പടച്ചവനെ, ആ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രമേ ധരിക്കാറുള്ളൂ. സാക്ഷാൽ അംബാനി പോലും ഇന്നത് ധരിക്കൂല. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു കുതിരയുടെ മുകളിൽ ഇരുന്ന് പോകുന്നത് കാണാൻ മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തു നിൽക്കുമായിരുന്നു. ആ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞ്, ആരോടും പറയല്ലേ നബിയേ, കാരണം മിസ്അബ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയന്നത് ഉമ്മാനെയാ. ഉമ്മാനെ വല്ലാത്ത പേടിയായിരുന്നു, ഉമ്മാനെ വല്ലാത്ത പേടിയായിരുന്നു. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് തന്റെ വീട്ടിലെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ കാണുകയാണ്. ഉമ്മയുടെ ചെവിയിലെത്തി. മിസ്അബ് തങ്ങളെ വീടിന്റെ അകത്ത് കെട്ടിക്കെട്ടിരിക്കുകയാണ്. അതിനകത്തിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. ഉമ്മയാണ് നേതൃത്വം കൊടുക്കുന്നത്. പുതിയ മതം കളന്നിട്ട് വരാർ എന്ത് ചെയ്തിട്ടും മിസ്അബ് തിരിച്ചു വരുന്നില്ല. മിസ്അബ് വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാ, എനിക്ക് മുത്തുനബിയെ കാണണം, എനിക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ കാണണം. അവസാനം വീടിന്റെ അകത്തിട്ട് തല്ലിച്ചതച്ചിട്ടു. ഉമ്മ പറഞ്ഞ് ഇവനെ കൊണ്ട് വലിച്ചെറിയാർ. വീടിന്റെ വെളിയിലേക്ക് തല്ലിച്ചതച്ചിട്ട് മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവന്ന് വലിച്ചെറിയുകയാ. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അതാ തന്റെ കൊട്ടാരത്തിൽ നിന്ന് വെളിയിലേക്ക് നടക്കുമ്പോ സമ്പന്നയായ ഉമ്മ വിളിക്കുന്നു, മിസ്അബ്, പോകല്ലേടാ മിസ്അബ്, ഇവിടെ നിന്നിറങ്ങിപ്പോയാൽ, മുഹമ്മദിന്റെ കൂടെ പോയാൽ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരില്ല മിസ്അബ്. മിസ്അബിന്റെ ഉമ്മയങ്ങ് വിളിച്ച് പറയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇട്ടിരുന്ന കമീസങ്ങടിക്കുകയാണ്, ധരിച്ചിരുന്ന കമീസങ്ങടിക്കുകയാണ്. ആ കമീസ് അടിച്ചെടുത്തിട്ട് തന്റെ ഉമ്മാടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പറയുന്നു, ഉമ്മ, ഇത് നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങിയതാ, എനിക്കൊന്നും വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെയാണ് വേണ്ടത്, എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വേണ്ടത്. വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ മിസ്അബിനെ വിളിക്കുന്നു, എടാ മിസ്അബ്, ഇനി ഒരിക്കലും നീ എന്നെ ഉമ്മ എന്ന് വിളിക്കരുത്. നിന്റെ നാവ് കൊണ്ട് എന്നെ ഉമ്മ എന്ന് വിളിക്കുന്നു. ഞാൻ മരിച്ചാൽ പോലും എന്നെ കാണാൻ വരല്ലോ. മിസ്അബിനെ ഉമ്മ ശപിക്കുകയാ. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു നിറകണ്ണുകളോടെ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു മോനെ. സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച മിസ്അബ് ഉണ്ടല്ലോ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ മിസ്അബ് ഇങ്ങനെ നടന്നു വരികയാണ്. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് നടന്നു വരുമ്പോ പ്രവാചകന് കരയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്. മിസ്അബ് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ കരയുന്നത്, എന്തിനാ നബിയെ കരയുന്നത്? മിസ്അബ്, ഇതെന്ത് കോലമാണ് മിസ്അബ്? 72 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചുവെച്ച ഒരേ ഒരു പുതപ്പ്,
72 സ്ഥലങ്ങള് കീറിയിട്ട് തച്ചു വച്ചിരിക്കുന്ന ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ. അതല്ലാതെ ഒന്നുമില്ല. മുത്തുനബി ജദാ കണ്ടട്ടാ കരയുന്നത്. എന്റെ ചെറുപ്പക്കാരാ, ഈ മിസ്സബനെ നീ പഠിക്കണമടാ പൊന്നുമോനെ. ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. മിസ്സബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ എടുത്തുകൊണ്ട് സ്വഹാബികൾ കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. സ്വഹാബികൾ കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരുടെ ജനാസയാ? മിസ്അബിന്റെ ജനാസയാണ് നബിയേ. എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തേ നിങ്ങൾ മയ്യത്ത് പൊതിയാത്തത്? യാ റസൂലല്ലാഹ്, കഫൻ തുണി തികയുന്നില്ല നബിയേ. തലമറയ്ക്കുമ്പോൾ കാല് വെളിയിലാണ്, കാല് മറയ്ക്കുമ്പോൾ തല വെളിയിലാണ്. എന്റെ പ്രിയമുള്ളവരെ, മയ്യത്ത് പൊതിയാ പോലെ തുണിയില്ല. അവസാന തലമറച്ചിട്ട് കഫം പൊതിഞ്ഞു. 2 കാലും വെളിയിലാണ്, പൊതിയാ തുണിയില്ലാതെ പുല്ല് പറിച്ച് കെട്ടിവെച്ചിട്ടാണ് കബറടക്കിയതെന്ന് ചരിത്രം പറയുമ്പോ വെറുതെ മുസ്ലിം എന്ന് പറഞ്ഞാ പോരാ. പണത്തിന് വേണ്ടി അള്ളാന്റെ ദീനിനെ വിൽക്കുന്നവരുണ്ടോ? അധികാരത്തിന് വേണ്ടി പടച്ചറബിന്റെ ദീനിനെ വിൽക്കുന്നവരുണ്ടോ? ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളോ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി വളച്ചൊടിക്കുന്നവരുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരാ, എങ്കിൽ ഹിജറ പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കാര്യം, സർവ്വതിനേക്കാളും വലുത് അള്ളയാണെന്ന് പറഞ്ഞാ പോരാ, അത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണേ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബത്ത് പോകാൻ നേരത്ത് പറഞ്ഞു, പോകണമെങ്കിൽ പൊക്കോ, ഈ നാട്ടി ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ വെച്ചിട്ട് പോണം. ഇപ്പൊ അത് തന്നെയാ പറയുന്നത്, ഇത് നിന്റെ നാടല്ല, വേറെ എങ്ങോട്ട് പൊക്കോളാൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് എന്നെ ഇപ്പൊ പറയണത്, എടാ ഇത് നിന്റെ നാടല്ല, നീ വേറെ ഏതോ നാട്ടിൽ ജനിച്ചവനെ പൊക്കോ, എല്ലാം ഇവിടെ ഇട്ടിട്ട് പോ, ഗവൺമെന്റിന് വന്നിട്ട് പോ. ഇതാ ഇപ്പൊ നടക്കാൻ പോകുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആസാമിൽ അതാ നടക്കണ. ഇനി ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ വരും. അല്ലോ ഇപ്പൊ നമ്മൾ പറയും, ഉസ്താദ് കേരളത്തിൽ ഇത് നടക്കൂല. ആരാ പറഞ്ഞ നടക്കൂല? ഇതൊക്കെ ഇങ്ങനെ വരും. ഇതൊക്കെ വരണമല്ലോ. ഇതൊക്കെ വന്നാലല്ലേ മഹദി ഈമാൻ വരത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വെറുതെയാ മുത്തുനബി പറഞ്ഞ ഹദീസ്, വെറുതെയാ. തല്ലും ഇതിനേക്കാളും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതെല്ലാം കഴിയുമ്പോഴേ ആര് വരത്തുള്ളൂ? മഹ്ദി ഇമാമിന്റെ സഹായം വരൂ. അതിന് പുറകിലെ ഈസാ നബി വരൂ. അതിന് പുറകിലെ എല്ലാം കൂടെ അങ്ങ് മുകളിലോട്ട് പോകത്തുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ഒരടി തുടങ്ങുമ്പോഴത്തേക്ക് നിലവിളിയും കരച്ചിലും വിളിയും, എന്താ മനുഷ്യ, എടാ ബാങ്കും വിളിച്ചു, ഇക്കാമത്തും പറഞ്ഞു വിളിച്ചു, ഇനി പള്ളി കൊണ്ടുവെക്കാതിരിക്കുന്ന നിനക്കിനി എന്നാ ഇടിയും ബഹളമൊക്കെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതിപ്പോ ഞാൻ പറയണത് ദഹിക്കണില്ലേ? ഉള്ളത് പറയുമ്പോ അങ്ങനെ, ഉള്ളത് പറയുമ്പോ അങ്ങോട്ട് ദഹിക്കാറില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ 3 സ്വലാത്ത് പറഞ്ഞ സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ ഒന്നാമത്തെ കാര്യം, മുസ്ലിമാണെങ്കിൽ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. 2 അള്ളാഹുവാണ് സർവ്വതിനേക്കാളും വലുതെന്ന് പറഞ്ഞാ പോരാ, അത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കേണ്ടി വരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3 അല്ലാതെ എന്തെങ്കിലും വരുമ്പോ നിലവിളിയും ബഹളവും തുടങ്ങും. ഇപ്പൊ എല്ലാം സാമ്പത്തികമായിട്ട് ഏകദേശം തകർന്ന് തരിപ്പണമായിരിക്കുക. എല്ലാരും പറയുന്നത് ഓന്റെ നെഞ്ചത്തോട്ടാ കയറുന്നത്, ഓന്റെ നെഞ്ചത്ത് കയറിയിട്ട് എന്ത് കിട്ടാനാപ്പാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എല്ലാരും GST കൊണ്ടുവന്നതിനെതിരെ, നോട്ട് നിരോധനത്തിനെതിരെയൊക്കെ എല്ലാരും ആഞ്ഞടിക്കുക. ഒരടിയും വേണ്ട. അള്ളാഹു തീരുമാനിച്ചതാ ഞാൻ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാ വിശ്വാസം, അതാണ് വിശ്വാസം. എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ ഞാൻ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അള്ളാഹു എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും തിന്നുവോ? പറഞ്ഞങ്ങാതിമാരെ കഴിക്കോ? എന്റെ പേരെഴുതിയ ചോറ് നിങ്ങൾ തിന്നുവോ?
എന്റെ പേരെഴുതിയ ദോശ നിങ്ങൾ തിന്നോ? തിന്നൂല. നിന്റെ പേരെഴുതിയ ദോശ ഞാൻ തിന്നോ? തിന്നൂല. അത് എനിക്ക് തന്നെ ഉള്ളത്, നിനക്കുള്ളത് നിനക്ക് കിട്ടേണ്ട പൈസ നിനക്ക്, എനിക്ക് കിട്ടേണ്ട പൈസ എനിക്ക്. അത് എനിക്ക് മാത്രമേ കിട്ടൂ, വേറെ ആർക്കും കിട്ടൂല. ഇതെന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ളാഹു തീരുമാനിച്ചു വെച്ചിരിക്കുക, അതേ കിട്ടൂ. അല്ലാതെ കടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. പിന്നെ ചോദിക്കൂ, ഉസ്താദെ എന്തേ ഉസ്താദെ ഈ പ്രതിസന്ധി, എന്തേ ഉസ്താദെ ഈ പ്രയാസം? ആ പ്രയാസത്തിന് കാരണം മോഡി സാറല്ല, നീ തന്നെയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നേരെ പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്റെ പ്രതിസന്ധിക്ക് കാരണം നമ്മുടെ ചങ്ങാതിയുടെ ഭരണമൊന്നുമല്ല. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ നാശത്തിന്റെ കാരണം നീ തന്നെ, വേറെ ആരെയും കുറ്റപ്പെടുത്തണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നീ നന്ദി കാണിക്കാതെ വന്നപ്പോ അള്ളാഹ് തരുന്നത് അങ്ങ് നിർത്തി, അത്രയേ ഉള്ളൂ. എടാ, നീ അള്ളാഹിനോട് നന്ദികേട് കാണിച്ചപ്പോ, നീ അള്ളാഹുവിനോട് നന്ദി കാണിക്കാതെ വന്നപ്പോ തന്നുകൊണ്ടിരുന്ന വരവങ്ങ് കുറച്ചു കളഞ്ഞു, അത്രേ ഉള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പേടി, നമ്മൾ ആരെ ഭയപ്പെടാൻ, നമുക്ക് എന്തിന് പേടിക്കാൻ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവെ ഏറ്റവും വലിയ സമ്പന്നനാരാ ലോകത്തിലെ? എന്നോട് ചോദിച്ചാ പറയും ഞാനാ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? ആരാപ്പ അറിയുക? അമീൻ, ആരാടാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ യൂസുഫ് അലി സാഹിബ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ അംബാനിമാര്. ലോകത്തിലെ ആരാപ്പ? എന്റെ അടുത്ത് ചോദിച്ചാൽ പറയും പത്തനാപുരത്തുകാരനായ സിറാജാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ പറ. ഞാനാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. എന്തേ കാരണം? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ പണം ഉള്ളവനല്ല. അത് പഠിക്ക്. പണം ഉള്ളവനല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 കമ്പും കുത്തി, ഒരു ടാർപ്പയും വലിച്ചു കെട്ടി, ഒരു സാരിയും ചുറ്റി, കഞ്ഞിയും പയറും കുടിച്ചിട്ട് അൽഹംദുലില്ലാ ഇതെങ്കിലും ഉണ്ടല്ലോ, സന്തോഷം. അത് തന്നെ ഏറ്റവും വലിയ സമ്പന്നൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ റോഡിൽ കുഴിയെടുക്കാൻ പോകുന്ന അണ്ണാച്ചിമാരെ കണ്ടിട്ടുണ്ടാ? ഈ റോഡിൽ കുഴിയെടുക്കണില്ലേ? രാവിലെ ഭാര്യയും ഭർത്താവും കൂടെ ജോലി ചെയ്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അവസാനം ഒരു 500-1000 കിട്ടി രണ്ടുപേരും കൂടെ കായംകുളത്ത് പോയിട്ട് ഏതെങ്കിലും കടയിൽ പോയി നല്ല തട്ടുദോശയും ഓംപ്ലേറ്റും അടിച്ചിട്ട് രണ്ടും കൂടെ വന്നിട്ട് കടത്തിനങ്ങട്ട് കേറിയിട്ട് കെട്ടി പിടിച്ചെടുന്നിട്ട് അങ്ങോട്ട് ഉറക്കാം. എന്തൊരു സുഖമെന്നറിയോ? ലോകത്ത് ആരോടും അവർക്ക് അസൂയയില്ല, ഒരാളോടും പരാതിയില്ല. കറണ്ട് ബില്ലടക്കണ്ട, ടാക്സ് അടയ്ക്കേണ്ട, അള്ളാഹു വീടിന്റെ വാടക കൊടുക്കണ്ട, ഒന്നും വേണ്ട. നാളെ രാവിലെ വരെ കെട്ടിയവനും കെട്ടിയവളും കൂടെ സുഖിച്ചുറങ്ങ. അതാ ജീവിതം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ നമുക്കെല്ലാം ഉണ്ട് എന്നിട്ട് അയൽവാസി മുടിയാൻ അവന് നെത്തിയങ്കാനയിലാകാൻ, ഇത് നമ്മുടെ ചിന്ത. അതാ നമ്മുടെ ചിന്ത. നമുക്ക് ആർത്തിക, പിന്നെയും 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 കൂട്ടണം, വീണ്ടും വാരി കൂട്ടണം. അല്ലാതെ അള്ളാഹ് ഇത്രയൊക്കെ ആയല്ലോ അൽഹംദുലില്ലാ ഉള്ളത്, അതല്ല, വീണ്ടും കൂട്ടാനുള്ള ആർത്തി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പേടിയും ഭയവും ഒന്നും വേണ്ട, നല്ലതുപോലെ ജീവിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒറ്റ കാര്യം ചെയ്താൽ മതി ജീവിതത്തിൽ ഒരു കാര്യം ചെയ്താ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുത്തന്റെ മുന്നിലും കൈനീട്ടാതെ മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒറ്റ കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഒരു പള്ളിയുടെ മുന്നിലും പിരിവിന് പോകണ്ട, ഒരുത്തന്റെ വീട്ടിലും പോയി പിരിവെടുക്കണ്ട, ഒരു സംഘടനയ്ക്കും അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കേണ്ട. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? ഒറ്റ കാര്യം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ? വേണമെങ്കിൽ ചെയ്യും, എനിക്കൊന്നുമില്ല, ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പെണ്ണുമ്പളുടെ മക്കളുടെയും കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. നീ ചെയ്താ നിന്റെ കുടുംബവും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ചെയ്യോ? ചെയ്യാന്ന് നിയത്തിന്നവർ കൈവെക്കും. കാക്ക പേടിക്കണ്ട, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നൊന്നുമല്ല. ഉമ്മ പറയാ അങ്ങനെ ഊരാനെങ്ങാണ്ട് തുടങ്ങാൻ പോവാന്ന്. ഇല്ലുമ്മ ഇട്ടോ, സ്വർണത്തിന് ഭയങ്കര വിലയാ. താത്താമാര് വിചാരിക്കുന്നത് സ്വർണം ചോദിക്കാൻ പോകുന്നടി മോതിരൊക്കെ മുറുകം പിടിച്ചോളാൻ. ഒരു കെട്ടിയവും പറയാ, അങ്ങാര വഴുതിന് വരുന്നത് നീ ഊരി വെച്ചിട്ട് പോ, അങ്ങാര് കരയുന്നത് കാണുമ്പോ ഊരി കൊടുക്കുമെന്ന്. ഇതാ അവസ്ഥ. ഇപ്പൊ വഴുതിന് പോകുമ്പോ ഭർത്താവ് പറയണത് ഊരി വെച്ചിട്ട് പോയാൽ മതി. കാരണം എന്തേ? പോയാ ഊരി കൊടുക്കുന്നു. നിങ്ങളുടെ ആരുടെ 5 നയാ പൈസ നമുക്കൊന്നും വേണ്ട. എന്റെ പ്രിയമുള്ളവരെ, ഒറ്റ കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി. അള്ളാഹു ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യോ? ഉറക്കൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. എന്താ ഇപ്പൊ ചിലര് നിർത്താറായോടാ മീനെ? 11 ആയതല്ലേ ഉള്ളൂ, പിന്നെന്താ വാറ്റി നോക്കണേ? ഞാൻ എത്ര സമയം പറഞ്ഞ? 11:30 വരെയല്ലേ സമയം പറഞ്ഞേ? ഇപ്പോഴേ ഇങ്ങനെ ചവിട്ടിയാലേ നിൽക്കാൻ പറ്റത്തുള്ളതായിരിക്കും. അതാണോ?
ഇപ്പോഴേ തുടങ്ങിയാലല്ലേ 11:30 നിർത്താൻ പറ്റതാ? ഇല്ല, ഞാൻ 11:30 നിർത്തിയേക്കാം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാരും നേരെ ഇരുന്ന്, നേരെ ഇരു, പ്രസവവാർത്തല്ലത്, എല്ലാം നേരെ ഇരിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒറ്റ കാര്യം ചെയ്താൽ, ഒറ്റ ഒരു കാര്യം ചെയ്താൽ അള്ളാഹു നമുക്ക് 2 ലാഭം തരും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരൊക്കെ രാജ്യം ഭരിച്ചാലും, എന്തെല്ലാം നിയമങ്ങളെ കൊണ്ടുവന്നാലും, ഏതെല്ലാം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും, എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ അത് ബാധിക്കൂല. കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ അള്ളാഹു നമുക്ക് തരുന്ന നേട്ടം എന്തെന്നറിയുമോ? ഏത് കാര്യമെന്നറിയുമോ? أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقه والعاقبة للتقوى. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നീയും നിസ്കരിക്കണം, നിന്റെ ഭാര്യയെയും മക്കളെയും നിസ്കരിപ്പിച്ചാൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് പറയുകയാ, സിറാജെ, നീയും നിസ്കരിക്കണം, നിന്റെ പെണ്ണും പിള്ളയും നിസ്കരിപ്പിക്കണം, നിന്റെ മക്കളെയും നിസ്കരിപ്പിക്കണം, എങ്കിൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അല്ലാഹ് പറയുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് പറയുകയാണ്, നീ തേടി നടക്കണ്ട സിറാജെ. ലാ നസ്അലുക റിസ്ക, നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നത്, ഞാനാ റാസിക്ക്, ഞാനാ തരുന്നവൻ, ഞാനാടാ നിന്റെ റബ്ബ്. നിന്നെ പടച്ചത് ഞാനാടാ, നിനക്ക് സമ്പത്തും സർവ്വതും തന്നത് ഞാനാടാ, തിന്നാനുള്ള ഭക്ഷണം മരിക്കുന്നത് വരെ ഞാൻ തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കഴിക്കാനുള്ള ഭക്ഷണം ആര് തരും? ആര് തരും? ഉറക്കെന്ന് പറഞ്ഞ ആര് തരും? അപ്പൊ ചോദിക്കും, ഉസ്താദ് അപ്പൊ നാളെ ജോലിക്ക് പോകണ്ട, വീട്ടിൽ വരില്ലേ? അതന്നെ. അപ്പൊ നാളെ മുതൽ ജോലിക്കൊന്നും പോകണ്ടേ ഉസ്താദെ? എന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്ക് എങ്ങനെ ആകാശത്ത് നിറക്കോ? അതാ ചോദ്യം. ഓക്കെ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീ മരിച്ചുപോയ ആര് കൊടുക്കും? ഇന്ന് രാത്രി ഇവിടെ ഇരുന്നിട്ട് പോണ വഴിയിൽ അങ്ങ് തീർന്നാലേ നാളെ നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും എങ്ങനെ കവറിന്ന് പാഴ്സൽ അയക്കോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെ നിന്ന് അയച്ചു കൊടുക്കും? പള്ളിക്കാട്ടിന്ന്, കുറ്റിത്തെരുവ് പള്ളിയിൽ നിന്ന് പാഴ്സലായിട്ട് വീട്ടിലേക്ക് അയക്കോ? ഇല്ലല്ലോ. അപ്പൊ ആരാ കൊടുക്കണേ? പറദാത്തമാരാരാ കൊടുക്കണേ? അല്ലാഹ് എന്താ ഇപ്പൊ ഇല്ലേ? നിങ്ങൾക്ക് ജോലി ഇല്ലേ? എടാ അനിയ, നിനക്ക് കാലുണ്ടെങ്കിലല്ലേ ജോലിക്ക് പോകാൻ പറ്റൂ. കാലുണ്ടാ, നട്ടല്ലൊടിഞ്ഞ് കിടക്കുന്ന എവനെങ്കിലും ജോലിക്കെടുക്കോ? കണ്ണിന് കാഴ്ചയില്ലാത്തവനെ ജോലിക്കെടുക്കോ? ബുദ്ധിയില്ലാത്തവനെ ജോലിക്കെടുക്കോ? ഇല്ല. ഇതൊക്കെ തന്നതാരാ? അള്ളാഹ്. മാറ്റാനും അള്ളാഹ്ക്ക് കഴിവുണ്ട് കേട്ടോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറയുകയാ, നീയും നിന്റെ കുടുംബവും 5 നേരം നിസ്കരിച്ച ഒരിടത്തും പോണ്ട, മരിക്കണ കാലം വരെ പിരിവെടുക്കാൻ നടക്കണ്ട, ഞാൻ തരാം ഭക്ഷണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 നല്ല മരണം. അള്ളാഹ് പറയാ, വേണോ? ആർക്കെങ്കിലും വേണോ? നല്ല മരണം. വെള്ളിയാഴ്ച രാവി മരിച്ചിടക്കണ്ടോ? മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് അള്ളാഹുവേ കൊതി തോന്നാറുണ്ട്. മയ്യത്ത് കാണുമ്പോ, ഇങ്ങനെ കിടക്കണ കിടപ്പ് കാണുമ്പോ കൊതി തോന്നുമ്പോ, എന്താടാ ആമിന കിടക്കണ കിടപ്പുണ്ടോടി ഐഷ, എന്തൊരു ചിരിയാടി, വെള്ളിയാഴ്ച ഇവക്ക് മരണം കിട്ടാൻ എന്താടി ഇവള് ചെയ്ത്? അതാ ചോദിക്കണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാ, ഇവിടെ പണം കൊടുത്തോ, അധികാരം കൊണ്ടോ, കുടുംബ മഹിമ കൊണ്ടോ കിട്ടുവോ? കിട്ടൂല. ഒരു നല്ല മരണമാർക്കെങ്കിലും വേണോ? ഞാൻ തരാം. അല്ലാഹ് പറയുകയാ. ചില ചെറുപ്പക്കാര് പറയാറുണ്ട്, ചില വാപ്പ, ഉസ്താദ് എന്റെ വാപ്പ റമദാൻ മാസത്തിലാ ഉസ്താദെ മരിച്ച്, 17-ാം രാവിലെ. ചില പെണ്ണുങ്ങൾ പറയാറുണ്ട്, ഉസ്താദെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്റെ ഉമ്മ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ സംസം വെള്ളം ഒഴിച്ചു കൊടുത്തു, എന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാ എന്റെ ഉമ്മച്ചി മരിച്ചേ. പറയണട്ടാ വിചാരിക്കും ഈ ഉമ്മയ്ക്ക് സ്വർഗം കിട്ടുമെന്ന്. പറയുന്നിട്ടാ വിചാരിക്കും നമുക്ക് ഇല്ല. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച അങ്ങാരി രക്ഷപ്പെട്ടു, നിനക്കെന്നെ കിട്ടാനോ ഒന്നും കിട്ടൂല. എന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചാൽ, നിങ്ങളുടെ ഉമ്മ വെള്ളിയാഴ്ച റമദാൻ മാസത്തിൽ മരിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടും, നമുക്കൊന്നും കിട്ടൂല. നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളും അങ്ങനെ മരിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചെന്ന് പറഞ്ഞിട്ട് നാളെ ചെല്ലുമ്പോ ഉമ്മാടെ കൂടെ പോന്ന് പറഞ്ഞ് കയറ്റി വിടുവോ? അല്ലാഹ്
ചങ്ങാതിമാരെ വിടുവോ? വിടൂല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ഒരു മരണം കിട്ടണമെങ്കിൽ 5 പൈസയുടെ ചെലവില്ലാതെ കിട്ടും. 5 നയാ പൈസയുടെ ചെലവില്ലാതെ, ഒരു കഷ്ടപ്പാടുമില്ലാതെ നിങ്ങൾക്ക് അല്ലാഹു ഒരു നല്ല മരണം തരും. എന്ത് ചെയ്യണമെന്നറിയുമോ? 5 നേരം നീ നമസ്കരിച്ചാൽ വൽആഖിബത്തു ലിത്തഖ്വാ, അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇത് ഖുർആനാ പറയുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനാ ഇത് പറയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? വല്ല പ്രശ്നമുണ്ടോ? ഭാര്യ മക്കളെ കുറിച്ച് ടെൻഷൻ ഉണ്ടോ? ഒന്നുമില്ല. 5 നേരം നിസ്കരിച്ച് റാഹത്തായിട്ട് നടക്ക്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ നമുക്ക് വേണ്ട രണ്ടാമത്തെ കാര്യം, സർവ്വതിനെക്കാളും വലുത് അല്ലാഹ് പറഞ്ഞാ പോരാ, വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ. അത് ചില സാഹചര്യത്തിൽ നിന്റെ ജീവിതം കൊണ്ട് അതങ്ങ് ഉറപ്പിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 3 ഞാൻ നിർത്തുകയാണ്. 3 അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഹിജറ പോകാൻ പറഞ്ഞു. സഹാബികൾ മുഴുവനും ഹിജറ പോയി. മക്കയിൽ നിന്നും മദീനയിലേക്ക് സഹാബത്ത് മുഴുവനും പോയി. ഏറ്റവും അവസാനം എല്ലാരും പോയി. ഇനി അവശേഷിക്കുന്നത് കുറച്ച് രോഗം പിടിച്ച പാവപ്പെട്ട സഹാബികൾ. പിന്നെയുള്ളത് കയ്യിലെണ്ണാവുന്ന സഹാബികൾ. ഒന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, മഹാനായ നബിയിന റസൂലുള്ളാഹി. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇപ്പൊ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ വലിയ പ്രകടനങ്ങൾ നടക്കും. ഈ പ്രകടനമെല്ലാം നടന്ന് മുമ്പന്തിയിൽ നേതാക്കന്മാരൊക്കെ ഉണ്ടാകും. ലാത്തി ചാർജ് തുടങ്ങുമ്പോ കണ്ടിട്ടുണ്ടോ? നേതാക്കിനെ കാണാൻ പറ്റുമോ? അപ്പൊ ഓടി രക്ഷപ്പെടുക. ഏത് നേതാവാ തല്ലുകൊള്ളാതിരിക്കണത്? എടാ അടിയടാ പിടിക്കടാന്ന് ഓർഡർ ഇടാൻ മാത്രമേ അറിയത്തുള്ളൂ. ആദ്യം സ്വയരക്ഷയാ നോക്കുന്നത്. എങ്കിലും മുത്തുനബി അങ്ങനെയല്ല. എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പൊക്കോ, ഏറ്റവും അവസാനം ഞാൻ വരാം. എല്ലാരെയും പറഞ്ഞു വിട്ടിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ എല്ലാവരും മദീനയിലേക്ക് കടന്നുപോയി. അള്ളാഹുവിന്റെ പ്രവാചകനതാ തന്റെ വീടിന്റെ അകത്ത് ഹിജറ പോകാൻ തയ്യാറാവുകയാണ്. പടച്ചവനെ, ശത്രുക്കളുടെ ചെവിയിലേക്ക് ഇബ്ലീസ് പോയി പറഞ്ഞു കൊടുത്തു. ശത്രുക്കൾ അറിയുകയാണ്. 7 ഗോത്രക്കാര് മുഴുവനും തീരുമാനമെടുത്തു മുഹമ്മദിനെ കൊല്ലണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിങ്ങനെ വളഞ്ഞിരിക്കുകയാ. ഉരി പിടിച്ച വാളുമായി മുഹമ്മദ് വെളിയിലിറങ്ങുമ്പോൾ വെട്ടിക്കൊല്ലുന്നതിന് വേണ്ടി അതാ ശത്രുക്കൾ മുഴുവനും തയ്യാറെടുത്ത് കാത്തിരിക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ്, ഇറങ്ങിക്കോ നബിയേ, ഒരു ഭയവും വേണ്ട നബിയേ, അങ്ങ് യാത്രയ്ക്ക് തയ്യാറെടുത്ത്. മുത്തുനബിയോട് ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വീടിന്റെ കവാടം തുറന്നിട്ട് ഒരു പിടി മണ്ണ് വാരണേ. ഇതാ വീടിന്റെ കവാടം തുറന്നിട്ട് ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് ഓതണം, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. നബിയേ, ഈ ആയത്തങ്ങ് ഓതിയിട്ട് വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ നിന്ന് വലിച്ചൊന്നെറിയണേ നബിയേ. ഒരു പിടി മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് ധൈര്യമായിട്ട് ഇറങ്ങിപ്പൊക്കോ നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂബക്കർ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലിയേ, ഇവിടെ കിടന്നുറങ്ങലിയോ, ഇവിടെ കിടന്നുറങ്ങലിയേ, ഞാൻ കിടന്ന അതേ സ്ഥലത്ത് നീ കിടന്നുറങ്ങലിയോ. അലിയാര് തങ്ങളെ പിടിച്ച് കിടത്തി ഉറക്കി. മുത്തുനബി ഒരു പിടി മണ്ണ് വാരി വീടിന്റെ വാതിൽ തുറന്നു. ശത്രുക്കൾ മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ്. ഒരു പിടി മണ്ണ് വാരിയിട്ട് വലിച്ചെറിയുകയാണ്. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും. അവിടെ നീ ആയത്തോതിയിട്ട് മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് ധൈര്യത്തോടെ നെഞ്ച് വിരിച്ചുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോട് അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ മുത്തുനബി നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ നടന്നുപോയി. അള്ളാന്റെ റസൂല് നടന്നുപോയി.
പടച്ചവനെ സ്നേഹിച്ചാൽ അങ്ങനെയാണ്, അള്ളാനെ കൊണ്ട് വിശ്വസിച്ചാൽ അങ്ങനെയാണ്, ഒരു പേടിയുമില്ല. അതാണ് തവക്കൽ എന്ന് പറഞ്ഞാൽ, അതാണ് തവക്കൽ എന്ന് പറഞ്ഞാൽ. അള്ളാന്റെ സഹായം നമുക്ക് ലഭിക്കുകയാണ്, പടച്ച റബ്ബിന്റെ സഹായം ലഭിക്കുകയാണ്. മുത്തുനബി നടന്നുപോയി, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാത്തു നിൽക്കുകയാ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാത്തു നിൽക്കുകയാ. അള്ളാന്റെ റസൂല് ചോദിച്ചു, വരുന്നു അബൂബക്കറേ, എന്റെ കൂടെ വരുന്നു അബൂബക്കറേ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കേണ്ട താമസം അബൂബക്കർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, എടുക്കാനൊന്നുമില്ല നബിയേ, എനിക്കെടുക്കാനൊന്നുമില്ല. മുത്തുനബിയോട് പറയുകയാണ്, എന്റെ ചുമലിൽ കയറി നബിയോ, എന്റെ ചുമലിൽ കയറി നബിയേ. നടന്നാൽ കാൽപ്പാടം പിന്തുടർന്ന ഇവന്മാര് വരും നബിയോ. അല്ലാഹുവിന്റെ പ്രവാചകന് ചുമലിൽ കേട്ടു. സാധാരണ മദീനയിലേക്ക് പോകുന്ന വഴിയല്ല, എതിർ ദിശയിലേക്കുള്ള വഴിയിലൂടെ നടക്കാ. മുത്തുനബി പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകനെ ചുമലിൽ വെച്ചുകൊണ്ട് നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഉംറയ്ക്കും ഹജ്ജിനുമൊക്കെ പോകുമ്പോ അതാ ഒരു ഗുഹ കാണാൻ വല്ലാത്ത തിരക്കാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഇരുന്ന ഗുഹയ്ക്കകത്ത് പോയിരുന്ന ദുആ ചെയ്യുന്നതിന് വേണ്ടി അതാ മണിക്കൂറുകൾ നടന്ന് കഷ്ടപ്പെട്ട് പർവ്വതത്തിന്റെ മുകൾ തട്ടില് ആ ഗുഹ തേടി പോകുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ തങ്ങളും നടന്നുപോയി. അവിടുന്ന് അതാ ശത്രുക്കൾ പിന്തുടരാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂബക്കർ, ആ കാണുന്ന ഗുഹയ്ക്കകത്ത് നമുക്ക് കയറിയിരിക്കാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ അബൂബക്കർ തങ്ങളെ ഗുഹയ്ക്കകത്തേക്ക് കടന്നു ചെന്നിട്ട് ലോകത്തിന്റെ നേതാവിന് ഇരിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഗുഹയങ്ങ് തയ്യാറാക്കുകയാ. മുത്തുനബി ഗുഹയ്ക്കകത്തേക്ക് കയറി വന്നു. അല്ലാഹുവിന്റെ റസൂല് കയറി വന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലിൽ ഇങ്ങനെ, മുത്തുനബിയുടെ മടിയിൽ മുത്തുനബി ഉണ്ടല്ലോ, അബൂബക്കർ തങ്ങളുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോ അല്ലാഹുവേ, കുറെ സമയം കഴിയുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, അബൂബക്കറെ, നിനക്ക് എന്ത് പറ്റി? യാ റസൂലല്ലാഹ്, ഗുഹയ്ക്ക് മുകളിൽ ശത്രു നിൽക്കുന്നു നബിയേ, ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ നിൽക്കുകയാ. അവന്റെ വാളിന്റെ പ്രകാശം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ, അവന്റെ വാളിന്റെ പ്രകാശം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ. അവനെങ്ങാണം അവന്റെ കാലിലൊന്ന് നോക്കിയാൽ നമ്മളെ പിടിക്കുമല്ലോ നബിയേ. മുത്തുനബി ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ചിരിക്കുകയാ. എന്താണ് നബിയെ ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കർ, ലാ തഹ്സൻ, ഇന്നല്ലാഹ മഅനാ. നമ്മൾ രണ്ടുപേരുമല്ല, നമ്മുടെ കൂടെ ഒരാൾ കൂടെയുണ്ട്. നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാളുണ്ട്. അതാരെന്നറിയോ? പടച്ച റബ്ബാണ് അബൂബക്കർ. അല്ല നമ്മുടെ കൂടെയില്ലേ? അല്ല നമ്മുടെ കൂടെയില്ലേ? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? അവനവന്റെ കാലിൽ നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ല തീരുമാനിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അവന് കാലിൽ നോക്കിയാലല്ലേ നമ്മളെ കാണൂ. നോക്കണമെങ്കിൽ അള്ളയല്ലേ തീരുമാനിക്കേണ്ടത്. മുസ്ലിമേ, അള്ളാനെ കൊണ്ട് വിശ്വസിക്കുന്ന മുസ്ലിമേ, എന്തിനാ പേടിക്കുന്നത്? പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ടല്ലോ. അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? അതുകൊണ്ട് സഹോദരാ, ലാ തഹ്സൻ, ഇന്നല്ലാഹ മഅനാ. അല്ല
നിന്റെ കൂടെയുണ്ടെങ്കിൽ ഒരിക്കലും തളരരുത്. ഏത് വലിയ പ്രതിസന്ധിയാകട്ടെ, എത്ര വലിയ പ്രയാസമാകട്ടെ, എത്ര വലിയ അപവാദമാകട്ടെ, ഏതൊക്കെ പരീക്ഷണങ്ങൾ കടന്നു വന്നാലും പതറല്ലേ, പരാജയപ്പെടല്ലേ, ആത്മഹത്യക്ക് തയ്യാറെടുക്കല്ലോ. അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഏതൊക്കെ പ്രതിസന്ധികളുടെ നടുവിലൂടെ നടന്നു പോകേണ്ടി വന്നാലും അല്ലാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ. ആറ്റം ബോംബിനേക്കാൾ പവറുള്ള ഒരു ആയുധമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് ആറ്റം ബോംബിനേക്കാൾ പവറുള്ളതാക്കാൻ കഴിവുള്ള റബ്ബ് നമ്മുടെ കൂടെയുള്ളപ്പോ എന്തിനാ സഹോദരാ ഭയപ്പെടുന്നത്, എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത 3ാമത്തെ കാര്യം, അബൂബക്കർ, അല്ല നമ്മുടെ കൂടെയില്ലോ, അല്ല നമ്മുടെ കൂടെയില്ലോ. എന്റെ സഹോദരാ, തവക്കലാണ് നമുക്ക് വേണ്ടത്. പടച്ചവനെ പരമേൽപ്പിക്കുന്ന ഒരു ഈമാനാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.